എല്ലാവർക്കും എൽസീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നല്ല വലിയൊരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 4-5 വെളുത്തുള്ളി അല്ലി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 3 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, നല്ലൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2-3 തണ്ട് കരിയാപ്പില അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ നല്ലൊരു മുറി തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്, 2 ടീസ്പൂൺ കടുക് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്, പിന്നെ വെളുത്തുള്ളി, ജീരകം. ഇനി നമുക്കിതെല്ലാം ഒന്ന് അരച്ചുകൊണ്ട് വരണം. ഇതെല്ലാം ഒന്ന് വഴറ്റണം. ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയാണ് ഇതിൽ ചേർക്കുന്നത്, 3 ടീസ്പൂൺ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. കടുകിടുകയാണ്. ഇനി കറിവേപ്പില ഇടുകയാണ്. നമ്മൾ ഇഞ്ചി ഇടുകയാണ്, വെളുത്തുള്ളി, പച്ചമുളക്, സവാള എല്ലാം ഒന്നിച്ചിടുകയാണ്. വഴളാൻ വേണ്ടി നമ്മളൊരു ശകലം ഉപ്പിടുകയാണ്. പച്ചടിക്കുള്ള അരപ്പ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. തൈരും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. 1.5 കവർ പാലിന്റെ തൈരാണിത്. ഉപ്പും നമ്മൾ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഇനി അരപ്പ് ചേർക്കാൻ പോവുകയാണ്. അരപ്പ് ചൂടായ ഉടനെ നമ്മൾ തൈര് ഇതിനകത്തോട്ട് ചേർക്കും. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ശകലം കൂടെ ചേർക്കുകയാണ്. തൈരും നമ്മൾ ചേർക്കുകയാണ്. നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ പച്ചടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വർഷത്തെ ഓണത്തിന് ഇങ്ങനെ ഒരു പച്ചടി വെക്കണം എല്ലാവരും. ഈസി ആയിട്ടുള്ളൊരു പച്ചടിയാണ്. നമ്മൾ ഒരുപാട് നേരം തവിയിട്ട് ഇളക്കാനൊന്നും പാടില്ല, അത് മോരായി പോവും. അതുകൊണ്ട് നമ്മൾ വേറെ പാത്രത്തിലോട്ട് ഇത് മാറ്റിയാണ്. ഇതിനകത്ത് കുമ്പളങ്ങയോ വെള്ളരിക്കായോ കൈതച്ചക്കയോ അങ്ങനെയുള്ള യാതൊരു സാധനങ്ങളും ചേർത്തിട്ടില്ല. ഇതിനകത്ത് നമ്മൾ സവാളയും പച്ചമുളകും ഇഞ്ചി അങ്ങനെയുള്ള സാധനം മാത്രമേ ചേർത്തിട്ടുള്ളൂ, വേറെ സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല. നമുക്ക് വേറെ പാത്രത്തിൽ മാറ്റാം. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതൊന്ന് ചെയ്തു നോക്കണം എല്ലാവരും.